നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ തവണ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം നിരാശ തോന്നിയിട്ടുണ്ടോ? ഒരു ലളിതമായ കണക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ അധ്യാപകൻ നിങ്ങളെ വിഡ്ഢിയെന്ന് വിളിച്ചിട്ടുണ്ടോ? ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സർ തോമസ് എഡിസൺ നിങ്ങൾ വിചാരിച്ചത്ര ബുദ്ധിമാനായിരുന്നില്ല. സത്യത്തിൽ അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് അധ്യാപകർ പോലും പറഞ്ഞിരുന്നത് അദ്ദേഹം ഒന്നും പഠിക്കാൻ കഴിയാത്തത്ര മണ്ടനാണെന്നും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ല എന്നുമാണ്. 12-ാം വയസ്സിൽ അദ്ദേഹം തന്റെ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. അതുമാത്രമല്ല, തന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏകദേശം 1000-ലധികം തവണ അദ്ദേഹം പരാജയപ്പെട്ടു. അതുപോലെ തന്നെ തന്റെ ആദ്യത്തെ 2 ജോലികളിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടു. അതിലൊന്ന് തന്റെ ബോസിന്റെ മേശപ്പുറത്ത് ആസിഡ് ഒഴിച്ചതിനായിരുന്നു. എന്നാൽ അദ്ദേഹം വിട്ടുകൊടുക്കാനോ ആ പരാജയങ്ങൾ തന്നെ തളർത്താനോ അനുവദിച്ചില്ല. പകരം അദ്ദേഹം ആ വിമർശനങ്ങളെ അവഗണിച്ചു. കയ്യിൽ പണമില്ലാതിരുന്നിട്ടും അദ്ദേഹം തന്റെ തലമുറയിലെ ഏറ്റവും വിജയകരമായ കണ്ടുപിടുത്തക്കാരനായി മാറി. ചലച്ചിത്ര ക്യാമറകൾ മുതൽ വൈദ്യുത ബൾബ് വരെ നിർമ്മിക്കുന്നതിൽ അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അദ്ദേഹം അന്ന് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇന്നും മെഴുകുതിരികളായിരിക്കും ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വചനങ്ങളിലൊന്ന് ഇതാണ്: ഉപേക്ഷിക്കപ്പെടുന്ന ഓരോ തെറ്റായ ശ്രമവും മുന്നോട്ടുള്ള അടുത്ത ചുവടുവെപ്പാണ്.